മായ വാർത്താ ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. കൊച്ചിയെ മുക്കി കനത്ത മഴ, മേഘവിസ്ഫോടനമെന്ന് സംശയം. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട്. വീടുകളിൽ വെള്ളം കയറി. തൃക്കാക്കരയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞു. കോട്ടയം ഭരണങ്ങാനത്ത് ഉരുൾപൊട്ടൽ, 7 വീടുകൾ തകർന്നു, ആളപായമില്ല. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിച്ചിൽ. പാലായിൽ അംഗൻവാടിയിൽ വെള്ളം കയറി. നദീതീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. മുതലപ്പൊഴിയിൽ വീണ്ടും അപകടം, പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറി. 5 തെങ്ങ് സ്വദേശി മരിച്ചു. കൊച്ചിയിൽ KSRTC ബസിന് മുകളിൽ മരം വീണു. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു. കാഞ്ഞങ്ങാട് 14കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. സംസ്ഥാനത്ത് മഴ ഇനിയും കനക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പൊന്മുടിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. കിള്ളിയാർ കരകവിഞ്ഞു. മിസോറാമിനെ ദുരിതത്തിലാക്കി റിമാൽ. ക്വാറി ഇടിഞ്ഞ് 10 മരണം. മരങ്ങൾ കടപുഴകി. വൈദ്യുതി ബന്ധം തകർന്നു. ബംഗ്ലാദേശിൽ ചുഴലിക്കാറ്റിൽ 10 പേർ മരിച്ചു. കന്യാകുമാരിയിൽ ധ്യാനത്തിനിരിക്കാൻ പ്രധാനമന്ത്രി. 2 ദിവസത്തെ ധ്യാനത്തിന് വ്യാഴാഴ്ച എത്തും. ചീഫ് സെക്രട്ടറിക്ക് അയച്ച യാത്രാ വിവരം ചോർന്നു. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമെന്ന് മോദി. വികസിത് ഭാരത് 1 point एजेंडा विकसित भारत. തൃശൂരിൽ കുഴിമന്തിയിൽ നിന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മരണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. 178 പേർ ചികിത്സയിൽ. ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. സെയിൻ ഹോട്ടലിനെതിരെ കൂടുതൽ പരാതികൾ. ഗുണ്ടയുടെ വീട്ടിലെ വിരുന്നിന് പോയ ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ. MJ സാബുവിന്റെ യാത്രയയപ്പ് റദ്ദാക്കി. മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗവും മാറ്റിവെച്ചു. CPM ജില്ലാ കമ്മിറ്റികളാണ് SP-മാരെ നിയന്ത്രിക്കുന്നതെന്ന് VD സതീശൻ. ബാർക്കോഴ വിവാദത്തിൽ അണക്കര സ്പൈസ് ഗ്രോവ് ഉടമയുടെ മൊഴിയെടുത്തു. അരവിന്ദാക്ഷന്റെ മൊഴിയെടുത്തത് നെടുങ്കണ്ടത്ത് വെച്ച്. ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനെതിരെ തോമസ് ഐസക്. മദ്യനയ ചർച്ചയെക്കുറിച്ച് ചീഫ് സെക്രട്ടറി വിശദീകരിച്ചത് ആയുധമാക്കി പ്രതിപക്ഷം.
വിശദമായി തന്നെ കിടക്കാം. ഇന്നത്തെ ഒരു പകൽ ദിനത്തിൽ വാർത്തകളിൽ നിറഞ്ഞത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ടും മഴക്കെടുതികളുമാണ്. പെട്ടെന്നെത്തിയ അസാധാരണ മഴയാണ് കൊച്ചി നഗരത്തെ വെള്ളത്തിൽ മുക്കിയത്. പ്രധാന റോഡുകളിൽ വെള്ളം നിറഞ്ഞത് രൂക്ഷമായ വെള്ളക്കെട്ടിനും ഗതാഗത തടസ്സത്തിനും ഇടയാക്കി. കളമശ്ശേരി, തൃക്കാക്കര പോലുള്ള ഇടങ്ങളിൽ അസാധാരണമായ രീതിയിൽ വെള്ളമുയർന്നു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് വളരെ രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇടപ്പള്ളി ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് കളമശ്ശേരിയിൽ പല മേഖലകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു എന്നതിന് പുറമെയാണ് ഈ പ്രധാന നിരത്തുകളിലെ റോഡിലേക്ക് വരുമ്പോൾ, ഈ സംസ്ഥാന പാതയിലേക്കെല്ലാം വരുമ്പോൾ വെള്ളക്കെട്ട് മൂലം യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഒരു നിവർത്തിയില്ല, കാരണം വെള്ളത്തിൽ മുങ്ങി ആകെ നാശക്കോളാലി, ഞങ്ങളുടെ കച്ചവടം വെള്ളത്തിലായി. ഇവിടെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2019 ഈ കാന ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇതൊരു മാൻമെയ്ഡ് ഫ്ലഡാണ്. ആക്ച്വലി ഇവിടെ കണ്ട, ഇവിടെ ഇതിൻ്റെ അവിടെ ഒരു തുളയുണ്ട്, ആകെ ഒരു 6 ഓട്ടയുണ്ട്, അതേ കൂടെയാണ് ഈ വെള്ളം മുഴുവൻ. ഇതിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വലിയൊരു അളവ് വരെ ഈ റോഡിൽ കാണുന്ന ഈ വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്ന രീതിയിലേക്ക്, കാനകളിലേക്ക് വെള്ളം ഇറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ചെറിയ ഹോളുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്, അത് അടഞ്ഞു പോയിരിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിൽ നടപ്പാക്കുന്ന പലതും തന്നെ അതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതാണ്. നഗരത്തിലെ പലയിടത്തും ഈ മഴക്കെടുതികൾ ഉണ്ടാകുന്നു. ഫോർട്ട് കൊച്ചിയിൽ മരം വീണ് KSRTC ബസ്സിലേക്ക് മുകളിലേക്ക് മരം വീണു. ഭാഗ്യത്തിന് വലിയ അത്യാഹിതങ്ങൾ അവിടെ സംഭവിച്ചില്ല. ഒരു സ്ത്രീക്ക് നിസ്സാര പരിക്കാണ് ഏറ്റിട്ടുള്ളത്. ഇങ്ങനെ പല ഭാഗങ്ങളിലും മഴ കനക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പലയിടത്തും തന്നെ അനുഭവപ്പെട്ട് തുടങ്ങി. ഗതാഗത പ്രദേശം, അതാണ് നഗരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത് സമാനമായ ദൃശ്യങ്ങളാണ് ഏതാണ്ട് ആലുവ വരെ, ഏതാണ്ട് എടപ്പള്ളിയിൽ നിന്നും ആലുവ വരെ വരുന്ന ഒരു വലിയ ദൂരത്തിൽ അനുഭവപ്പെടുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അസാധാരണമായ സാഹചര്യമാണ് ഇന്ന് ഇൻഫോ പാർക്ക് നേരിട്ടത്. അതീവ സുരക്ഷാ മേഖലയായ ഇൻഫോ പാർക്കിൽ അസാധാരണമായ രീതിയിൽ വെള്ളമുയർന്നു. മേഘവിസ്ഫോടനം പോലെയുള്ള പ്രതിഭാസമാണ് ഇതിന് ഇടവെച്ചതെന്ന വിലയിരുത്തലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. രാവിലെ 8 മണിയോട് കൂടി ആരംഭിച്ച മഴ ഒരു 11 മണിയായപ്പോൾ തന്നെ ഇൻഫോ പാർക്കിന്റെ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പ്രവൃത്തി ദിവസമായതിനാൽ ജീവനക്കാരെല്ലാം ഓഫീസിലേക്ക് എത്തിയത് വളരെ ബുദ്ധിമുട്ടിയാണ്. കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും എത്തിയവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ഓഫീസുകളിലേക്ക് പോയത്. പല വണ്ടികളും, 2 വീലറൊക്കെ വെള്ളക്കെട്ടിൽ വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. വളരെ പ്രയാസപ്പെട്ടാണ് പോലീസുകാരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി വാഹനങ്ങളെ കടത്തിവിടുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം വരെ ഇവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വണ്ടിയുടെ ടയറും, അതായത് ഈ എഞ്ചിനൊക്കെ മുങ്ങുന്ന അത്ര വലിയ ഒരു വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെടുന്നത്. കഴിഞ്ഞ മഴയിലൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ഏരിയ കൂടിയായിരുന്നു ഇൻഫോ പാർക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപിൽ ഇതുപോലെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും അന്നും ഇതുപോലെ പല ഇരുചക്ര വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ മഴ ഒന്ന് തോർന്നാൽ മാത്രമേ ഈ വെള്ളം ഒഴുകി പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. കൃത്യമായി കാനകളും ചാലുകളും ഒന്നും വൃത്തിയാക്കാത്തത് തന്നെയാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ പലയിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ഈ സാധാരണ മെയിൻ വഴികളിലാണ് വെള്ളം കെട്ടുന്നതെങ്കിലും ഇത്തവണ ഇട റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ഇന്നും ആ വ്യത്യസ്തമല്ല ആ കാഴ്ചകൾ. ഈ പാലാരിവട്ടം വെണ്ണല ഭാഗത്തും ഒപ്പം തന്നെ ആസാദ് റോഡിൽ, കലൂർ ആസാദ് റോഡിലുമൊക്കെ വെള്ളം ഇതുപോലെ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ്, കൊച്ചി നഗരസഭ ചെയ്തുവെങ്കിൽ പോലും ഇട റോഡുകളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുപ്പിക്കാത്തതാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം എന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനാണ് സാധ്യത.
കനത്ത മഴ കോട്ടയത്തും ജനജീവിതം ദുസ്സഹമാക്കി. ഇടമറുകിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് 6 വീടുകൾക്ക് കേടുപാടുണ്ടായി. ഇരാറ്റുപേട്ട വാഗമൺ റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിലും രൂക്ഷമാണ്. വെള്ളം കയറിയതോടെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മീനച്ചിലാറിൻ്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീവ്രമഴ മുന്നറിയിപ്പുണ്ടായിരുന്നില്ലെങ്കിലും കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ പുലർച്ചെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്തത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പൂഞ്ഞാറിൽ. വൈക്കം, വടവാതൂർ, കുമരകം ഇവിടെയെല്ലാം മഴ ജനത്തെ വലച്ചു. ഭരണങ്ങാനം, ഇടമറുക്, ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടി. വട്ടോളിയിൽ പാലത്തോളമെത്തി വെള്ളത്തിന്റെ ഒഴുക്ക്. കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട റോഡ്, ഏറ്റുമാനൂർ പാലാ റോഡ്, പാലാ കോഴ റോഡിൽ ആണ്ടൂർ ജംഗ്ഷൻ, മണ്ണക്കനാട് കവല എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി. മരങ്ങാട്ടുപള്ളി കടപ്ലാമറ്റം റോഡിൽ വെള്ളം കയറി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇവിടെ ആയുർവേദ ആശുപത്രിയിലും പാലാ സിവിൽ സ്റ്റേഷന് സമീപത്തെ അംഗൻവാടിയിലും വെള്ളം കയറി. കുറവിലങ്ങാട് വെമ്പള്ളിത്തോട് കരകവിഞ്ഞു. കാണക്കാരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം കയറി. കടുത്തുരുത്തിയിലും കുട്ടിക്കലിലും പെയ്തത് ശക്തമായ മഴ. നിറഞ്ഞൊഴുകുകയാണ് മാർമല അരുവി. മഴ കണക്കിലെടുത്ത ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചു. ജില്ലയിൽ വൈക്കത്തും ഏറ്റുമാനൂരും 2 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. MC റോഡിലും സമാനമായ സ്ഥിതിയാണ്. MC റോഡിൽ കൊട്ടാരക്കരയ്ക്ക് സമീപം പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് ഇടവച്ചതെന്ന ആക്ഷേപം ശക്തമാണ്. ജില്ലയിലെ അതിശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തുടങ്ങിയ മഴയാണ് അതിശക്തമായി തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് തന്നെ മഴ ശക്തിയായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുള്ളത് MC റോഡിലാണ്. വാളകം, നിലമേൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. നിരവധി ആൾക്കാർ, കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. ഇവിടെ ഒരുപാട് കടകൾ വെറുതെ തുറന്നു വെച്ചാൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ കച്ചവടം ഒന്നും തന്നെ നടക്കുന്നില്ല. ഇവിടേക്ക് ആരും വരാനും കഴിയില്ല, അത്രത്തോളം വെള്ളക്കെട്ടാണ്. ഇത് ചെറിയൊരു ചാറ്റൽ മഴയ്ക്ക് പോലും വാളകത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. നമുക്ക് ഇവിടെ വ്യാപാരികളുണ്ട്, നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ശരിക്കും ഇത് നിങ്ങൾ കുറെ നാളുകൊണ്ട് ബുദ്ധിമുട്ടുന്ന സംഭവം? കുറെ നാളായിട്ട് ഇപ്പൊ ഇന്നത്തെ ബുദ്ധിമുട്ടല്ല, നമ്മൾ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളല്ല. കാര്യം ഒരു നമുക്ക് കടയിൽ ഒരു സാധനം മേടിക്കാൻ ഒരാൾ വരണമെങ്കിൽ വെള്ളം മേടിച്ച് വരുന്ന അവസ്ഥയാണ്. അല്ലാതെ ഒരു ഏവരിയില്ല. കാര്യം നമ്മൾ ഇത്രയും കടവും ചെയ്ത് ഇത്രയും സ്റ്റാഫുകളെ ഇവിടെ നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊന്നും അയവച്ചരൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഇതാണ് കൊല്ലം ജില്ലയുടെ പലയിടങ്ങളിലുമുള്ള സ്ഥിതി. ഇതാണ്. ചവറ പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും ശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. മലയോര മേഖലകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആലപ്പുഴ ജില്ലയിലേക്ക് ചെല്ലുമ്പോഴും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറി. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരണപ്പെട്ടു. കൊയ്പ്പള്ളിക്കാരായ്മ സ്വദേശി അരവിന്ദാണ് മരിച്ചത്. ആലപ്പുഴയിൽ ഇടവിട്ടുള്ള മഴയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് നഗരം കേന്ദ്രീകരിച്ച് തുറന്നിട്ടുള്ളത്. മറ്റ് ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. പക്ഷേ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലടക്കം പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ കാറ്റും ഒപ്പം തന്നെ മഴയും ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. കാറ്റിൽ തെങ്ങ് വീണ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴ കായംകുളം സ്വദേശി കോയിപ്പള്ളി കാരായ്മ ചിറയിൽ ധർമ്മപാലിന്റെ മകൻ അരവിന്ദാണ് മരണപ്പെട്ടത്. രാവിലെ 10 മണിയോടുകൂടി ശക്തമായ കാറ്റിൽ അരവിന്ദിന്റെ ശരീരത്തിലേക്ക് തെങ്ങ് മറിഞ്ഞ് കടപുഴകി വീഴുകയായിരുന്നു. തുടർന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് 2 അപകടങ്ങളാണ് ഈ കാറ്റും മഴയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിലുള്ള മഴയില്ലെങ്കിൽ പോലും ഉയർന്ന തിരമാലകളുടെയും കാറ്റിന്റെയും ജാഗ്രതാ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ തുറക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സ്ഥിരം അപകട മേഖലയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പൊഴി. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നത് നിരന്തര സംഭവമാണ്. ഇന്ന് പ്രഭാതത്തിലും സമാനമായ ഒരു അപകടമാണ് അവിടെ ഉണ്ടായത്. ഒരു മത്സ്യത്തൊഴിലാളിയാണ് വള്ളം മറിഞ്ഞ് മരിച്ചത്.
മുതലപ്പുഴയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് മത്സ്യബന്ധന വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ എബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം ആശുപത്രിയിൽ സംഭവിച്ചു. ഇതിന് പിന്നാലെ തന്നെ മറ്റ് ഒരു വള്ളം കൂടി മറിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ശക്തമായ തിരയടിയാണ് ഉള്ളത്. ആദ്യത്തെ അപകടത്തിന് പിന്നാലെ രണ്ടാമതൊരു വള്ളം കൂടി മറിഞ്ഞു. അതിൽ ഒരാളെ കാണാതായെങ്കിലും പിന്നീട് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് ഇപ്പോഴും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. പക്ഷേ അപ്രതീക്ഷിതമായി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്നലെ ഈ കടലിൽ പോയ വള്ളങ്ങൾക്ക് ഇപ്പോൾ തിരികെ ഇവിടെ കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. സർക്കാർ പറയും ജോലിക്ക് പോകണ്ടെന്ന്. വിഷമം കൊണ്ടാണ് വീട്ടിലൊരു വിഷമം കൊണ്ടാണ് ഒരു വ്യക്തികൾ പോകുന്നത്. വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കടക്ഷോഭം വരുമ്പോൾ ബോട്ട് ഓടിയും ബോട്ട് മറിഞ്ഞു, പിന്നെ ആളിനെ കിട്ടുന്നില്ല. അങ്ങനെ അപ്പൊ ഡിസംബർ മാസവും മരണങ്ങൾ ഉണ്ടാവാണ് ഈ ഹാർബറിനകത്ത്. എത്രയോ കോടി രൂപ മുലപ്പൊഴിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ കോടികൾ ചെലവാക്കി ഒരു മമ്മട്ടി കൊണ്ടിട്ട് മണ്ണ് കോരുന്ന പോലെയാണ് ഈ ഡ്രഡ്ജിംഗ് കപ്പൽ 3 മാസം കൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് കോരുന്നത്. ഈ ചോദ്യം തന്നെയാണ് പലതവണയായി ഉയരുന്നത്. കാരണം മുതലപ്പൊഴിയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും മരണം? തീരദേശ ജില്ലകളുണ്ട്, അവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് മുതലപ്പൊഴിയിൽ മാത്രം ഇങ്ങനെ മരണം സംഭവിക്കുന്നു? അത് ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നത് വ്യക്തമാണ്. അത് മാറ്റുന്നതിനുള്ള നടപടി എത്ര കാലമായി ഈ മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കുന്നു? ഉറപ്പുകളല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഹരി വിതിരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് മുതലപ്പുഴയുടെ ദുരന്ത കാഴ്ച. തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നാലും വ്യത്യസ്തമല്ല ചിത്രം. കിള്ളിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം കയറി. നേരത്തെ ബണ്ട് ഉയർത്തി കെട്ടിയതെങ്കിലും ഇത്തവണ ജലനിരപ്പ് ഉയർന്നതോടെ വീണ്ടും വീടുകളിലേക്ക് വെള്ളം കയറുകയായിരുന്നു. 1.5 ആഴ്ചയിലേറെയായി തലസ്ഥാനത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ കിള്ളിയാറും കരമനയാറുമൊന്നും കരകവിഞ്ഞില്ല. പാർവതി പുത്തനാറും അതോടൊപ്പം തന്നെ ആമേഴഞ്ചാൻ തോടും കണ്ണമൂല തോടുമൊന്നും കരകവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മഴക്കാലത്ത് പോലും അങ്ങനെ കരകവിയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. ഒരു ആശങ്ക ഉണ്ടാക്കുന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കിള്ളിയാർ കരകവിഞ്ഞിരിക്കുന്നു. ഇതിന് കാരണമായി പറയുന്നത് നെടുമങ്ങാട്, പാലോട് മേഖലകളിൽ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട ശക്തമായ മഴയാണ്. ഇപ്പോൾ നമ്മൾ ജഗതി കാരക്കാട് ലൈനിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ എത്ര വീടുകളാണുള്ളത്? ഇവിടെ നമ്മുടെ അസോസിയേഷനിൽ 163 വീടുകളുണ്ട്. അതിലിപ്പോൾ ഏകദേശം ഒരു 120 വീട് വരെ ഈ ആറിന്റെ സൈഡിലാണ് വരുന്നത്. ആ വീട്ടിലെല്ലാം ഒരുവിധമുള്ള വീടുകളിലെല്ലാം വെള്ളം കയറും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോ ഈ ജനജീവിതം ബുദ്ധിമുട്ടാവും. വീടുകളിലെ സാധനങ്ങളെല്ലാം എല്ലാവരും എടുത്ത് മുകളിലൊക്കെ മാറ്റിവെക്കാറുണ്ട്. അതിവിടെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഉണ്ടാവുന്നതുകൊണ്ട് അവരതിന് കരുതൽ കൂടിയാണ് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് നല്ല മഴ പെയ്തിട്ടും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ പ്രശ്നമില്ലായിരുന്നു. ഇന്നിപ്പോ രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇത് ഇങ്ങോട്ട് റോഡിലോട്ട് കയറിയത്. നമുക്ക് ഈ മാറ്റിപ്പാർപ്പിക്കേണ്ടതായ കുടുംബങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സൈഡിൽ ഇവിടെ ക്ലബ്ബുണ്ട്. ക്ലബ്ബിൽ നമ്മൾ ക്യാമ്പ് ഉണ്ടാകും. എല്ലാ പ്രാവശ്യവും ചെയ്യാറുണ്ട്. ഇത് എപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കയറിയത്? 10:30 ശേഷമാണ് കയറിയത്. 10:30 കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇങ്ങനെ റോഡിലോട്ട് വെള്ളം കയറി തുടങ്ങിയത്. 6 നിറഞ്ഞു പോവുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റോഡിലോട്ട് കയറി. മഴ ശക്തമായി കഴിഞ്ഞാൽ ഇതിന്റെ ജലനിരപ്പ് ഉയരാനുള്ള മഴയല്ല ഇവിടെ വിഷയം. നെടുമങ്ങാട് അങ്ങോട്ടുള്ള ആ ഭാഗത്തുള്ള മഴയിൽ വെള്ളമാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഇതിപ്പോ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിലും വലിയ മഴ ഉണ്ടാവുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം 2018 ഈ ബണ്ട് കവിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു വെള്ളം. ഇത്തവണ അത്രയും വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പം മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും പല വീടുകൾക്കും വിഷയങ്ങളായിട്ട് വരും. ഈ സ്കൂൾ തുറപ്പിന്റെ ഒരു സമയമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറുമ്പോൾ അതൊരു പ്രയാസം, വലിയ പ്രയാസമായിരിക്കും. തീർച്ചയായിട്ടും പ്രയാസമായിരിക്കും. അവർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ്സിൽ പോകാനും അതിനൊക്കെ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ, രാവിലെയൊക്കെ പോകുന്ന ആളുകൾ. ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാം പ്രതിസന്ധിയിലാവും. എല്ലാം തീർച്ചയായിട്ടും പ്രതിസന്ധിയാണ്. നമുക്ക് ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടോ കേട്ടോ? ഇത് വെള്ളം കയറാതെ ഇതിന് ഇപ്പൊ ബണ്ട് നിർമ്മിച്ചേ ഉള്ളൂ ഇവിടെ. ആ ബണ്ടിന്റെ മണ്ടയിൽ കൂടി തന്നെ വരുന്നുണ്ട് ഇപ്പൊ. വെള്ളം ആ ലെവൽ വരെ കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബണ്ടാണ്, സംഭവം ആറിന്റെ ബണ്ടാണ്. അത് കവിഞ്ഞു വന്ന കാണുന്ന ഭിത്തിയാണ്. ആറിന്റെ ഭിത്തിയാണ് ഇങ്ങനെ വളഞ്ഞു പോകും. ശരി. ഇത് നമുക്ക് അതിന്റെ ഇനിയും ഉയരം കൂട്ടാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? കൂട്ടിയാലും ഇവിടുന്ന് മഴ പെയ്യുന്ന വെള്ളം പോകാനായിട്ടുള്ള തൂമ്പ് വെച്ചിട്ടുണ്ടല്ലോ എല്ലായിടത്തും. അപ്പൊ ആ തൂമ്പ് ഒഴികെ കയറുമല്ലോ. അപ്പൊ ആറിന്റെ ലെവലിനനുസരിച്ചാണ് ഇപ്പൊ ഈ വെള്ളം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 6 വെള്ളം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോഡിലുള്ള വെള്ളവും അതേ ലെവലിൽ വരും.
അതാണ് കാര്യം. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ ഡ്രെയിനേജ് ഇല്ല. ഈ താഴോട്ടൊന്നും ഒരു വീട്ടിലും ഡ്രെയിനേജ് ഇല്ല. അതാണ് പ്രശ്നം. പമ്പ് ചെയ്ത് കളയാനൊന്നും പ്രായോഗികമല്ലാത്ത സംഭവം. താഴ്ന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം കയറുന്നുള്ള ഉറപ്പാണ്. ഈ ദുരിതം മാറില്ല. ഇല്ല, മാറില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും 1-2 ദിവസം ഇതിന്റെ ബാക്കിൽ നിന്ന് നടന്നേ പറ്റുള്ളൂ. ഏതായിരുന്നാലും വലിയ പ്രയാസമുള്ളൊരു കാഴ്ചയാണ്. എല്ലാ മഴക്കാലത്തും ഈ ഭാഗത്ത് വെള്ളം കയറാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ അനുഭവപ്പെട്ടെങ്കിലും വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്താത്തതിന്റെ ഒരു ആശ്വാസത്തിലായിരുന്നു ഇവിടുത്തുകാർ. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഇനിയും മഴ കനത്താൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇതാണ് സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രം. വലിയ മഴക്കെടുതിയും ജാഗ്രത പാലിക്കേണ്ട സാഹചര്യത്തിലേക്കും സംസ്ഥാനം കടക്കുകയാണ്. അതേസമയം തന്നെ സംസ്ഥാനത്ത് 2 ജില്ലകളിലാണിന്ന് റെഡ് അലേർട്ട് ഉള്ളത്. നാളത്തെ സാഹചര്യം ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. കൂടുതൽ ഇടങ്ങളിൽ മഴ പെയ്യാനാണ് സാധ്യത. 31-ന് മൺസൂൺ എത്തുമെന്ന മുന്നറിയിപ്പുമുണ്ട്. വലിയ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് വരുന്നത്. എന്താണ് മഴ മുന്നറിയിപ്പ്? നമുക്ക് പരിശോധിക്കാം. ഷംന നമുക്കൊപ്പം ചേരുന്നു. ഷംന, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് മൺസൂൺ എത്തുന്നത് 31-ന് തന്നെ എത്തും. ഇതുവരെ ഉള്ള മഴക്കണക്കുകൾ പരിശോധിക്കുമ്പോൾ എത്ര കണ്ട് ആശങ്കയുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്? എങ്ങനെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്? സജിത്ത്, നിലവിൽ മുന്നറിയിപ്പുള്ളത് കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മെയ് 31-ഓടുകൂടി മൺസൂൺ എത്തും. അതും ശക്തമായി തന്നെ മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും നേരത്തെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേനൽ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പൂഞ്ഞാറിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. വിസ്ഫോടനം ഉണ്ടായ കളമശ്ശേരിയേക്കാൾ കൂടുതൽ മഴയാണ് പൂഞ്ഞാറിൽ ഇന്ന് ലഭിച്ചത്. 176 mm ആണ് പൂഞ്ഞാറിൽ ഇന്ന് ലഭിച്ച മഴ. അതേസമയം കളമശ്ശേരിയിൽ 156 mm ആയിരുന്നു മഴ ലഭിച്ചത്. എന്തായാലും ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതാണ് സംസ്ഥാനത്തെ സാഹചര്യം. എന്തായാലും ജാഗ്രത പാലിക്കണം. ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത്. അതേസമയം സർക്കാർ പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്. മഴക്കാലത്തെ നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വേനൽ മഴ പ്രതീക്ഷിച്ചതിലും അധികമാണ്. മൺസൂണിൻ്റെ ആദ്യ പാദവും ഇതുപോലെ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഉണ്ടായേക്കാം. ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം എല്ലാവർക്കും നൽകിക്കഴിഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥർ അനാവശ്യ അവധികൾ ഒഴിവാക്കണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മെയ് 31-ന് മൺസൂൺ എത്തിച്ചേരും എന്ന് നേരത്തെ നമുക്ക് വിവരം ലഭ്യമായതിനെ തുടർന്ന്, അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രവചനമുണ്ടായതിനെ തുടർന്ന് നേരത്തെ മെയ് 9 മുതൽ ആരംഭിച്ച വേനൽ മഴയുടെ കാലത്ത് തന്നെ തുടങ്ങിവെച്ച നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ച് താഴത്ത് ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം വിളിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുന്നുണ്ട്. 23-ാം തീയതി അറബിക്കടലിനകത്ത് രൂപം കൊണ്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്നത് തിരിച്ചുപോയതോടെ വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ സാമാന്യം നല്ല മഴയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല മഴ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മധ്യകേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യകേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ ഒരുപക്ഷെ സമീപ ചരിത്രത്തിലൊന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എറണാകുളത്തിന് സമീപം തന്നെയുള്ള കളമശ്ശേരിയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് പെയ്ത മഴയുടെ അളവ് 57 mm ആണ്. സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. സാധാരണ നിലയിൽ നമ്മൾ മൺസൂൺ 31-നാണ് വരും എന്നുള്ള കാര്യത്തിൽ പ്രവചനം ലഭ്യമായെങ്കിലും മൺസൂൺ കാറ്റുകൾ ലംബമായി വീശി തുടങ്ങി എന്നുള്ളതും അതിന്റെ ഭാഗമായി മഴമേഘങ്ങൾ അറബിക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി എന്നുള്ളതുമാണ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ മഴ അളവിന്റെ കാരണമായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നല്ല ഒരുക്കങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ആ നിലവാരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്.
അതാണ് മന്ത്രി നൽകുന്ന വിശദീകരണം. മന്ത്രി നൽകിയ മഴക്കണക്ക് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിനുശേഷം മഴക്കണക്കിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഷംന വിശദീകരിച്ചതുപോലെയുള്ള മഴക്കണക്കാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇന്ന് മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി ഉണ്ടായത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോട്ടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെ അരയിക്കാർത്തിക പുഴയിലാണ് അപകടമുണ്ടായത്. മറ്റു 2 കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഈ കുട്ടി. നീന്തൽ അറിയില്ലാതിരുന്ന സിയാൻ പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്താനായത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃക്കരിപ്പൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കേരളത്തിൻ്റെ ചിത്രം ഇങ്ങനെയാണെങ്കിൽ ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ നേരിടുന്നത് മറ്റൊരു പ്രതിസന്ധിയാണ്. റിമാൽ ചുഴലിക്കാറ്റിൽ മിസോറാമിൽ ക്വാറിയിടഞ്ഞ് ഇടിഞ്ഞു വീണ് 10 മരണം. രാവിലെ 6 മണിക്കാണ് സംഭവമുണ്ടായത്. ഐസ്വാൾ നഗരത്തിലെ മെൽത്തൂമിലും ലിമനിലും ആണ് ക്വാറി ഇടിഞ്ഞത്. റിമാൽ ചുഴലിക്കാറ്റിന് തുടർച്ചയായിട്ടാണ് മിസോറാമിൽ കനത്ത മഴ അനുഭവപ്പെടുന്നത്. മിസോറാമിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിമാൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണു. ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീഴുന്നുണ്ട്. മിസോറാമിന് പുറമെ ബംഗാൾ, അസം സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും റിമാൽ ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുകയാണ്. ബംഗ്ലാദേശിൽ ചുഴലിക്കാറ്റിൽ 10 പേരാണ് മരണപ്പെട്ടത്. ബംഗ്ലാദേശിലെ 19 ജില്ലകളിലായി 37 ലക്ഷം ജനങ്ങളെ ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. 35,483 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം. Climax Counting Day co-presented by Berger Paints 100 years of trust. Educational partners IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce ലക്ഷ്യ. Join Indian Institute of Commerce ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University Kochi. Be the change, be the future with Jain deemed to be University Kochi. Special partner Ajmi Steam Made പുട്ടുപൊടി. വിളമ്പാം നല്ല വിശേഷം. മാലകളുടെയും കാറ്റിന്റെയും ജാഗ്രതാ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ തുറക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മുതലപ്പുഴയിൽ വീണ്ടും അപകടം. പുലർച്ചെ ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 തെങ്ങ് സ്വദേശി എബ്രഹാം മരിച്ചു. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറിയായിരുന്നു അപകടമുണ്ടായത്. പുലിമുട്ടിൽ വള്ളം ഇടിച്ചു കയറി കാണാതായ ആളെ രക്ഷപ്പെടുത്തി. മുതലപ്പുഴയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. 5 തെങ്ങ് സ്വദേശി എബ്രഹാമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് മത്സ്യബന്ധന വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ എബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം ആശുപത്രിയിൽ സംഭവിച്ചു. ഇതിന് പിന്നാലെ തന്നെ മറ്റ് ഒരു വള്ളം കൂടി മറിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ശക്തമായ തിരയടിയാണ് ഉള്ളത്. ആദ്യത്തെ അപകടത്തിന് പിന്നാലെ രണ്ടാമതൊരു വള്ളം കൂടി മറിഞ്ഞു. അതിൽ ഒരാളെ കാണാതായെങ്കിലും പിന്നീട് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് ഇപ്പോഴും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായതോടുകൂടിയാണ്
മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. പക്ഷേ അപ്രതീക്ഷിതമായി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്നലെ ഈ കടലിൽ പോയ വള്ളങ്ങൾക്ക് ഇപ്പോൾ തിരികെ ഇവിടെ കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ പരിസരവാസി ചേരുന്നുണ്ട്. തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുകയാണല്ലോ. ഇവിടെ ഈ ഹാർബർ എന്ന് വെച്ചാൽ ആൾക്കാരെ കൊല്ലാൻ കൊണ്ടുവന്ന ആൾക്കാരാണ്. ഡിസംബർ മാസമാണെങ്കിൽ മരണങ്ങളാണ് ഉണ്ടാവുക. ഒരു ബോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അത് മരണമായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ജനങ്ങള് ഇതിന് വലിപ്പം കൊണ്ടാണ് ആൾക്കാരെ ജോലിക്ക് പോകുന്നത്. സർക്കാർ പറയും ജോലിക്ക് പോകണ്ടെന്ന്. വിഷമം കൊണ്ടാണ് വീട്ടിലൊരു വിഷമം കൊണ്ടാണ് ഒരു വ്യക്തികൾ പോകുന്നത്. വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കടക്ഷവും വരുമ്പോൾ ബോട്ട് ഓടിയും ബോട്ട് മറിഞ്ഞു, പിന്നെ ആളിനെ കിട്ടുന്നില്ല. മടങ്ങി വരുമ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കിടക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലെത്തും. ഈ മാസം 30-ന് വൈകിട്ട് കന്യാകുമാരിയിലെത്തുന്ന നരേന്ദ്രമോദി 31-ന് രാവിലെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിലേക്ക് പോകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിനായി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെത്തിയിരുന്നു. അന്ന് 17 മണിക്കൂറോളമാണ് കേദാർനാഥിലെ ധ്യാന ഗുഹയിൽ മോദി ചിലവഴിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ കന്യാകുമാരി സന്ദർശനത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കന്യാകുമാരി വിനോദസഞ്ചാര കേന്ദ്രവും വിവേകാനന്ദ മണ്ഡപവും പരിസരവും പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിയന്ത്രണത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത് പ്രധാനമന്ത്രിയുടെ യാത്രാ വിവരങ്ങൾ ചോർന്നു എന്നതാണ്. വരുന്ന 30-ാം തീയതി കന്യാകുമാരിയിലേക്ക് എത്തേണ്ടതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിവരങ്ങളാണ് ചോർന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച യാത്രാ വിവരങ്ങളുടെ പകർപ്പ് ന്യൂസ് 18-ന് ലഭിച്ചു. കഴിഞ്ഞ 27-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച പ്രധാനമന്ത്രിയുടെ യാത്രാ വിശദാംശങ്ങൾ അടങ്ങിയ രേഖയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതീവ സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് 30-ാം തീയതി എത്തുന്ന ഹെലികോപ്റ്ററിന്റെ വിശദാംശങ്ങളും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങളും, തുടർന്ന് 1-ാം തീയതി ജൂൺ 1-ാം തീയതി വൈകുന്നേരം 4:10-ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ യാത്രകളുടെ വിശദാംശങ്ങൾ ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സഞ്ജയ് ബസ്വാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച രേഖകൾ ആണിത്. അതിൽ വ്യക്തമായി പ്രധാനമന്ത്രിയുടെ യാത്രാപഥം എങ്ങനെയായിരിക്കണം, ഓരോ സ്ഥലത്തും എത്തേണ്ട സമയക്രമം ഏതൊക്കെയാണ് എന്നതടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ VVIP സുരക്ഷ അത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് നിർവഹിക്കുന്നത്. സ്വാഭാവികമായി SPG സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ യാത്രയുടെ സമയം, യാത്ര ചെയ്യേണ്ട ഹെലികോപ്റ്ററോ വിമാനം ഏത് തരത്തിലായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. അതീവ സുരക്ഷിതമായി തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്യും. സ്വാഭാവികമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി അത് പ്രോട്ടോകോൾ ഓഫീസർക്ക് കൈമാറുകയും പ്രോട്ടോകോൾ ഓഫീസർ തുടർ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന സാധാരണ പതിവാണ് ഇത്തരം VVIP സന്ദർശനങ്ങളിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കോ മറ്റ് പൊതുജനങ്ങൾക്കോ യാതൊരു തരത്തിലും അറിവുണ്ടാകാത്ത വിധത്തിൽ തന്നെയായിരിക്കും യാത്രാപഥം അടക്കം തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി എത്തുന്ന ഹെലികോപ്റ്ററിന്റെയും ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിന്റെയും കൃത്യമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖ തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ചോർന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പുറത്തായത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയേക്കും. എന്തായാലും പ്രധാനമന്ത്രിയുടെ യാത്രയുടെ സമയക്രമത്തിൽ ഈ വിവരങ്ങൾ പുറത്തായതിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റേത് എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ വിമർശനം. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്നും അദ്ദേഹം പറയുന്നു. അഴിമതിക്കെതിരെ തനിക്ക് വിട്ടുവീഴ്ചയില്ല. ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. और इसलिए मैंने पहला मैनिफेस्टो देखते ही मेरा पहला कमेंट था कि ये मैनिफेस्टो पर मुस्लिम लीग की छवि है. तो 2-3 दिन तो उनको लगा कि इसका जवाब देने की जरूरत नहीं है, ये अपने आप ही बात खत्म हो जाएगी. जब उन्होंने कोई जवाब नहीं दिया तो फिर मैं एक एक चीज खोलने लगा. जैसे इस देश में वो ये कहें कि हम खेलकूद में भी माइनॉरिटी के लिए कोटा फिक्स करेंगे.
മറ്റു ചില കേരള വാർത്തകൾ കൂടി നോക്കാം. തൃശൂർ പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി 56 വയസ്സുള്ള ഉസൈബയാണ് മരിച്ചത്. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ കുഴിമന്തി വീട്ടിൽ വെച്ചാണ് ഉസൈബ കഴിച്ചത്. ഭക്ഷണം കഴിച്ച 4 പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അന്ന് തന്നെ അവരെ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഉസൈബ മരിച്ചത്. കുഴിമന്തിയാണ് മേടിച്ചത് ഇവര്. അപ്പോൾ ആള് മയോണീസ് മാത്രമേ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ. പക്ഷെ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നിപ്പോൾ അനിയത്തിക്ക് മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ആളിന്നലെ ഇവിടെ കുട്ടിലക്കടവിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുപോയി. അപ്പോൾ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ ആളങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. 1 മണിയൊക്കെ ആയപ്പോഴേക്കും മരണപ്പെട്ടു. ഈ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച 178 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി. ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ. അതേസമയം കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് IDSP ഓഫീസർ ഡോക്ടർ ഗീത, എപ്പിഡമോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എത്തി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കയ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും കണ്ട് സംഘം വിവരങ്ങൾ ആരാഞ്ഞു. അതേസമയം സെയിൻ ഹോട്ടലിൽ നേരത്തെയും ഭക്ഷ്യവിഷബാധയുണ്ടായിട്ടുണ്ട്. അന്ന് 3 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. 4 മാസം മുമ്പ് പഴകിയ ഭക്ഷണവും ഹോട്ടലിൽ നിന്ന് പിടികൂടിയിരുന്നു. തുടർന്ന് ഹോട്ടൽ അടച്ച് വീണ്ടും തുറന്നപ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. പോലീസിന്റെ ഗുണ്ടാ മാഫിയ ബന്ധത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. DYSP ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും വിഷയം സജീവ ചർച്ചയാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സംഭവം ആഭ്യന്തര വകുപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്നലെ നടപടി സ്വീകരിച്ചത്. പോലീസ് ഗുണ്ടാബന്ധത്തിൽ CPMനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷ നേതാവ്. CPM ജില്ലാ കമ്മിറ്റികളാണ് SP-മാരെ നിയമിക്കുന്നത്. പോലീസിന്റെ ആത്മവീര്യം തകർത്തു. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിനുമേൽ യാതൊരു നിയന്ത്രണവുമില്ലെന്നും VD സതീശൻ ആരോപിക്കുന്നു. പാർട്ടിയാണ്, എല്ലാ സ്ഥലത്തും പാർട്ടിയാണ്. പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക്, ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. എല്ലാത്തിന്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന, തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു ലഹരി മരുന്ന് സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവന്റെ വീട് 24 മണിക്കൂറിനകം ആക്രമിക്കപ്പെടുകയാണ്. അവന് ആര് സംരക്ഷണം കൊടുക്കും? അവരാണ്, അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. പോലീസ് ഗുണ്ടാ മാഫിയ ബന്ധം ആലപ്പുഴയിൽ കൂടുതൽ ശക്തമാണ്. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് തുടർ നടപടി പോലീസിൽ നിന്നും ഉണ്ടായത്. കണ്ണൂരിലെ യുവ വ്യവസായിയെ ആലപ്പുഴയിൽ വെച്ച് തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ഗുണ്ട പോലീസ് ബന്ധങ്ങളുടെ പുതിയ കഥകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടണക്കാട് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതായത് കണ്ണൂരിൽ നിന്നുള്ള യുവ വ്യവസായി തന്റെ ആഡംബര കാർ ഇവിടെ നിന്നും ഈ കേസിലെ മുഖ്യപ്രതിയായ അനൂപും മനോജും കൈവശം വെച്ചിരിക്കുകയാണെന്നും കാർ വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് നടത്തിയ
അന്വേഷണത്തിലാണ് കൊച്ചിയിലെ തന്നെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം മുഹമ്മ സ്വദേശിയുമായ വിനീതിന്റെ വീട്ടിൽ പോലീസിന്റെ റെയ്ഡ് ഉണ്ടായിട്ടുള്ളത്. വിനീത് ഈ കാറ് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അനൂപിന്റെ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന കാർ പിന്നീട് സിസിടിവി ക്യാമറകൾ നീക്കം ചെയ്ത ശേഷം ഈ കാറ് 2 പേർ കൈവശം വെച്ചിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമതായി ഈ കാർ കൈവശമുണ്ടായിരുന്ന ആൾ ഈ CPO വിനീതാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പോലീസും ഗുണ്ട മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം വെളിവാകുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിന് തന്നെ തിരിച്ചടിയായിക്കൊണ്ട് പുത്തൻ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മാരാരിക്കുളം പോലീസിൽ ഈ യുവ വ്യവസായി പരാതി നൽകിയിട്ടും ഗുണ്ടാ സംഘങ്ങൾക്ക് വേണ്ടി ഈ കേസിലെ മുഖ്യപ്രതികൾക്ക് വേണ്ടി പോലീസ് നിലകൊണ്ടു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കേസ് മാരാരിക്കുളം പോലീസിൽ നിന്ന് മാറ്റി ഇപ്പോൾ പട്ടണക്കാട് SHOയ്ക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നു. മാത്രമല്ല കണ്ണൂരിലെ യുവ വ്യവസായി തന്നെ വധിക്കാൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഇവിടെ മാരാരിക്കുളം പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും അതിൽ കേസെടുക്കാനോ മറ്റ് നടപടിക്രമങ്ങളുമായോ ഈ മാരാരിക്കുളം പോലീസ് മുന്നോട്ട് പോകാത്തതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകി അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഈ കേസ് ആലപ്പുഴയിൽ മുന്നോട്ട് പോയിട്ടുള്ളതും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പ്രത്യേകിച്ച് CPMന്റെ ഏരിയ ഭാരവാഹി അടക്കമുള്ള ആളുകളുടെ പേരുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഏരിയ ഭാരവാഹിയും ഇവരെ ഈ സംഭവം നടക്കുന്നതിന് ശേഷവും പിന്നീടും വിളിച്ചിട്ടുണ്ടെന്ന ഫോൺ രേഖകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് CPMനുള്ളിലും വലിയ വിവാദമായിരിക്കുകയാണ് ഈ കേസ്. അതിനിടയിലാണ് പോലീസിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. അതായത് മുഖ്യപ്രതിയായ അനൂപിനും മനോജിനും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട് തന്നെ അന്വേഷണ സംഘത്തിന് റെയ്ഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് DYSP സാബുവും അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരെ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ എത്തി അവിടെ സൽക്കാരം സ്വീകരിച്ചതിന്റെ പേരിൽ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ പാസിംഗ് ഔട്ട് ദിനത്തിലെ പ്രതിജ്ഞയ്ക്ക് അനുസൃതമായി സർവീസിലുടനീളം പ്രവർത്തിക്കണമെന്നാണ് യുവ പോലീസ് സേനാംഗങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ ഉപദേശം. ഇന്ന് തലസ്ഥാനത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ. പോലീസ് സേനയുടെ ഭാഗമാകുന്നതിന്റെ തുടക്കം എന്ന നിലയിൽ ഒരു പ്രതിജ്ഞ ഇവിടെ എടുക്കുകയാണ്. നിങ്ങളുടെ സർവീസ് ജീവിതത്തിലുടനീളം ആ പ്രതിജ്ഞക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുക. ബാർക്കോഴ വിവാദത്തിൽ ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോവ് ബാർ ഉടമ അരവിന്ദാക്ഷന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. അനുമോന്റെ ശബ്ദ സന്ദേശത്തിൽ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ 2.5 ലക്ഷം രൂപ നൽകിയെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. പണം നൽകിയിട്ടില്ലെന്നും പണം നൽകാൻ നിർദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നുമാണ് അരവിന്ദാക്ഷൻ മൊഴി നൽകിയത്. ഡ്രൈ ഡേ ടൂറിസ്റ്റുകൾക്കും ഇവന്റ് നടത്തുന്ന പാർട്ടികൾക്കും അലോസരമാണെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. ഡ്രൈ ഡേ മാറ്റിയതുകൊണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കില്ലെന്നും തോമസ് ഐസക് പറയുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് മദ്യത്തിനുള്ള വരുമാനം കുറയാണ്, കൂടുതല. ചിലർ പറയുന്നത് കേരളത്തിലെ മദ്യോപയോഗം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല യാഥാർത്ഥ്യം. കേരളത്തിലെ മദ്യോപയോഗം കുറയാണ്, സർക്കാർ അതിൽ നിന്നുള്ള വരുമാനവും കുറയാണ്. ഇനി ഡ്രൈ ഡേ മാറ്റിയതുകൊണ്ട് വരുമാനത്തിൽ എത്ര വർധനയുണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. അന്ന് മദ്യപിക്കണമെന്നുള്ളവർക്ക് തലേ ദിവസം മേടിച്ചു വെക്കലല്ല ഇന്നത്തെ പതിവ്. അപ്പോ അത് ഡ്രൈ ഡേ മേടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു വ്യത്യാസമുള്ളത് ടൂറിസ്റ്റുകളും മറ്റും വരുമ്പോൾ അവർക്ക് ഇതൊരു അലോസരമാണ്. പക്ഷെ ഇവന്റുകളൊക്കെ ഇവിടെ നടത്തുന്ന പാർട്ടികൾക്കും പറ്റും. അതുകൊണ്ട് ഇത് മാറ്റിക്കൊണ്ട് സർക്കാരിന്റെ വരുമാനത്തിലൊന്നും കുതിച്ചുകയറ്റം ഉണ്ടാവാൻ പോണില്ല. ഡ്രൈ ഡേക്ക് മുമ്പ് മേടിച്ചവര് ഡ്രൈ ഡേക്ക് മേടിക്കും. UDFന്റെയും LDFന്റെയും മദ്യനയം രണ്ടും രണ്ടാണെന്ന് AK ബാലൻ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായി വരുന്നത്. നടന്നത് റിസോഴ്സ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ട യോഗമാണ്. നയം തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണിയാണെന്നും AK ബാലൻ പറഞ്ഞു.
ബാർക്കോഴ വിവാദത്തിൽ ആദ്യം നുണ പറഞ്ഞത് മന്ത്രിമാരാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട്. ഇക്കാര്യത്തിൽ അനാവശ്യ തിടുക്കം ടൂറിസം വകുപ്പ് കാട്ടി. ടൂറിസം സെക്രട്ടറിക്ക് മദ്യനയത്തിൽ റോളില്ലെന്നും വകുപ്പ് മന്ത്രി മറുപടി പറയട്ടെ എന്നുമെന്ന് വി.ഡി. സതീശൻ പറയുന്നു. വീണ്ടും ഒരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം. മരണങ്ങൾ ഉണ്ടാവാണ് ഈ ആർബാണ്ടകത്ത്. ഈ മഴക്കാലത്തല്ലാതെ തന്നെ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. 10 കൊല്ലം കൊണ്ട് ഏതാണ്ട് 70ഓളം പേരാണ് ഇവിടെ മരിച്ചത്. അപ്പൊ ഇതിന്റെ 76ഓളം പേര്. ഇതിന്റെ ഈ നിർമ്മാണം മാറ്റി ചെയ്യണമെന്നുള്ളതാണ്. വീതി കുറവാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത്. ചേട്ടൻ പറഞ്ഞാണെങ്കിൽ 10 വർഷം കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സമര പരിപാടികളും റോഡ് ഉപരോധവും സ്ട്രൈക്കും എല്ലാം നടത്തുന്നുണ്ട്. ഈ മരിച്ച ഡെഡ് ബോഡി ഉൾപ്പെടെ പാളത്തിന് മുകളിൽ വെച്ച് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോഴിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് MLA മന്ത്രി വരെ ഇവിടെ വന്ന് നോക്കുന്നു, കാണുന്നു, പോകുന്നു. അവരാരും ഇതുവരെ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. മരണങ്ങൾ വീണ്ടും തുടർച്ചയായി സംഭവിക്കുന്നു. നിങ്ങളെപ്പോലെ പത്രക്കാരും ചാനലുകാരും വന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. നിങ്ങളും പോവുകയാണ്. മന്ത്രി, MLA എല്ലാ രാഷ്ട്രീയ ആൾക്കാരും പോവുകയാണ്. ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ നിർമ്മാണത്തിന്റെ പ്രശ്നം പല ഘട്ടങ്ങളിലായി പറയുന്നതാണ്. ഇതിന്റെ വീതി കൂട്ടണമെന്നുള്ളത് ഇപ്പോഴും എത്രയോ കോടി രൂപ മുലപ്പൊഴിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ കോടികൾ ചെലവാക്കി ഏതാണ്ട് ഒരു മമ്മട്ടി കൊണ്ടിട്ട് മണ്ണ് കോരുന്ന പോലെയാണ് ഈ ഡ്രഡ്ജിംഗ് കപ്പൽ 3 മാസം കൊണ്ട് ഇവിടെ മണ്ണ് കോരുന്നത്. അവർ ഒരു മമ്മട്ടിക്ക് ഒരു കോരി കോരുമ്പോൾ 10 ഇരട്ടിയായിട്ട് മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ലൈവാണ് ഇവിടെ പല ചാനലുകാരും റിപ്പോർട്ടറും എടുത്തിട്ടുണ്ട്. മണ്ണ് വീണ് കിടന്നത് ഇതുവരെയും ഡ്രഡ്ജിംഗ് ചെയ്തില്ല. കേരളത്തിൽ 8 ജില്ലയുണ്ട് കടലോര മേഖല. ഈ ഒരു ജില്ലയിലും ഇതുപോലെ അപകടം സംഭവിച്ചിട്ടില്ല. ഇത്രയും മരണസംഖ്യ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെയാണ് പലതവണയായി ഉയരുന്നത്. കാരണം മുതലപ്പൊഴിയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും മരണം? തീരദേശ ജില്ലകളുണ്ട്, അവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് മുതലപ്പൊഴിയിൽ മാത്രം ഇങ്ങനെ മരണം സംഭവിക്കുന്നു? അത് ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നത് വ്യക്തമാണ്. അത് മാറ്റുന്നതിനുള്ള നടപടി എത്ര കാലമായി ഈ മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കുന്നു? ഉറപ്പുകളല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഹരി വിതിരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനം ഉണ്ടായതെന്നാണ് സംശയം. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട്. ഇനി നോക്കാം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. നമസ്കാരം. മണ്ണിടിച്ചിലിൽ തകർന്ന പാപ്പുവ ന്യൂ ഗിനിയയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണച്ച് ഇന്ത്യ. $1 മില്യൺ അടിയന്തര ദുരിതാശ്വാസ സഹായം ഇന്ത്യ പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിലിൽ 100 കണക്കിന് ആളുകൾ മണ്ണിനടിയിലാവുകയും വൻ നാശവും ജീവഹാനിയും സംഭവിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച മൈസൂരുവിലെ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലിന് നൽകാനുള്ള 80.6 ലക്ഷം രൂപയുടെ ബിൽ കുടിശ്ശിക കർണാടക സർക്കാർ അടയ്ക്കും. വനമന്ത്രി ഈശ്വർ ഖണ്ഡ്രെയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം ബന്ദിപ്പൂർ പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ 50ാം വാർഷികത്തിന് കടുവ സെൻസസ് പ്രഖ്യാപനത്തിനെത്തിയപ്പോഴാണ് മോദി ഹോട്ടലിൽ തങ്ങിയത്. ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണിയെ തുടർന്ന് യാത്രക്കാരെ തിരിച്ചിറക്കി. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിനായിരുന്നു ബോംബ് ഭീഷണി. വിമാനം കൂടുതൽ പരിശോധനയ്ക്കായി വിമാനത്താവളത്തിലെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി. ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണമെന്ന് കാണിച്ച് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ അടിയന്തര വാദം കേൾക്കണമെന്ന അപേക്ഷ സുപ്രീംകോടതി തള്ളി. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിക്കിട്ടണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടത്. ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കൈമാറുമെന്നും ഇക്കാര്യത്തിൽ എപ്പോൾ വാദം കേൾക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് JK മഹേശ്വരി പറഞ്ഞു. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഡൽഹിയിലെ കർക്കർദൂമ കോടതിയാണ് മുൻ JNU വിദ്യാർത്ഥിയായ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. UAPA കേസിൽ 2020 സെപ്റ്റംബർ മുതൽ ജയിലിൽ കഴിയുകയാണ് ഉമർ ഖാലിദ്. സന്ദേശ് ഗാലിയിൽ ED സംഘത്തിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനും മറ്റ് 6 പ്രവർത്തകർക്കുമെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. പശ്ചിമ ബംഗാളിലെ റേഷൻ വിതരണ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോയ ED സംഘം 1000ഓളം വരുന്ന ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിനാണ് ഇരയായത്. UAPA കേസിൽ തടവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ E. അബൂബക്കറിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. UAPA പ്രകാരം തനിക്കെതിരെ NIA ചുമത്തിയ കേസിൽ യാതൊരു തെളിവുമില്ലെന്ന് അബൂബക്കർ വാദിച്ചെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കേഡർമാരെ പരിശീലിപ്പിക്കാൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിന് അബൂബക്കറിനെതിരെ തെളിവുണ്ടെന്നും നിരവധി കേസുകളുണ്ടെന്നും വിട്ടയക്കരുതെന്നും NIA വാദിച്ചു. ഇതോടെ ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. മറ്റു ചില വാർത്തകളിലേക്ക് കൂടെ വരുമ്പോൾ പന്തീരാങ്കാവ് കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസിൽ ഇരുവരെയും 2ഉം 3ഉം പ്രതികളാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിന്റെ അമ്മ ഉഷാകുമാരി, സഹോദരി കാർത്തിക എന്നിവരുടെ ഹർജികൾ പരിഗണിച്ച് വിശദമായ വാദം കേട്ട ശേഷമാണ് അവർക്ക് മുൻകൂർ ജാമ്യം നൽകി കോഴിക്കോട് സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇരുവരും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത്തരത്തിൽ ഹാജരാകുമ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം നൽകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ 2 വട്ടം ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകിയെങ്കിലും അവർ നോട്ടീസിന് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുകയും ചെയ്തില്ല. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുകയായിരുന്നു. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കൃത്യമായ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനം യുവതിക്ക് മേൽ ഈ കുടുംബം ചെലുത്തിയതായാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒപ്പം രാഹുലിനെ നാടുവിടുന്നതിനായി വിദേശത്തേക്ക് പോകുന്നതിനുള്ള സഹായവും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നും പറഞ്ഞു. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷം ഈ അമ്മയുടെയും സഹോദരിയുടെയും വാദം കോടതി കേൾക്കുകയുണ്ടായി. പെൺകുട്ടി പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം നൽകിയ മൊഴിയിൽ തങ്ങളുടെ പേരുണ്ടായിരുന്നില്ല, തങ്ങൾക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോഴും തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തങ്ങളുടെ പേര് ചേർത്തത് എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ഒപ്പം പോലീസ് തങ്ങളോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് കോടതിയിൽ ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. വനിതാ കമ്മീഷൻ അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഉപഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് പിന്മാറിയത്. ഹർജി ജസ്റ്റിസ് PG അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ച് പിന്നീട് പരിഗണിക്കും. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കാൻ ഫോർമുല കണ്ടെത്തിയിട്ടുണ്ട്. ധനമന്ത്രിയെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയുടെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. കോട്ടയം ജില്ലയിലെ വാഴൂർ സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ ബലക്ഷയം സംഭവിച്ച കെട്ടിടത്തിൽ തട്ടിക്കൂട്ട് നിർമ്മാണം നടത്തിയെന്ന് ആക്ഷേപം. MD കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെയാണ് പരാതി. ബലക്ഷയം സംഭവിച്ച കെട്ടിടത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ കയറുന്നത് ആശങ്ക ഉയർത്തുന്നു എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിവേദനത്തിലെ ആക്ഷേപം. സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് വൃത്തിയും വെടുപ്പുമുള്ള സാഹചര്യത്തിലാകണമെന്ന് നിർദ്ദേശിക്കുകയും അത്തരത്തിൽ പാചകപ്പുരകൾ ക്രമീകരിക്കാത്ത സ്കൂളുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫിറ്റ്നസ് നൽകാൻ പാടില്ല എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വാഴൂർ സെന്റ് പോൾ സ്കൂളിൽ പുരോഗമിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്നാണ് പരാതി. വർഷങ്ങളായി ഉപയോഗിക്കാതെ ജീർണിച്ച അവസ്ഥയിൽ നിലം പതിക്കാറായി കിടന്നിരുന്ന കെട്ടിടം തൂണുകൾക്ക് താങ്ങ് നൽകിയും ഭിത്തികൾ സിമന്റ് തേച്ചും ഇരുവശങ്ങളിലേക്കും താൽക്കാലിക പന്തൽ കെട്ടിയും സർക്കാരിനെ കബളിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമമെന്നും വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ പരാതിയിൽ പറയുന്നു. നിലവിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു അനുവാദവും ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്നും സ്കൂൾ അധികൃതർ വാങ്ങിയിട്ടുമില്ല. കുട്ടികൾക്ക് യാതൊരു സുരക്ഷ ഒരുക്കാതെയും ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്ന് അനുവാദം വാങ്ങാതെയും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ പ്രവർത്തിക്കുന്ന ഭൂമിയുടെ ഉടമയായ നെടുമാവ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സ്കൂൾ അധികൃതർക്കും വാഴൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വിദ്യാഭ്യാസ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ഇടുക്കിയിൽ കാലിൽ കയർ കുരുങ്ങി പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകി. മയക്കുപിടി വെച്ച ശേഷമായിരുന്നു ചികിത്സ നൽകിയത്. കാന്തല്ലൂർ പെരടിപ്പള്ളം ഭാഗത്ത് കാലിൽ പ്ലാസ്റ്റിക് കയർ കുരുങ്ങി മുറിവേറ്റ നിലയിൽ ആനയെ കണ്ടെത്തുകയായിരുന്നു. ആനയുടെ കാലിൽ കയർ കുരുങ്ങിയിട്ട് 1 മാസത്തോളമായി എന്നതാണ് നിഗമനം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 13 പേർക്ക് പരിക്ക്. ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായി തകർന്നു. ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6665, പവന് 53,320. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5550, പവന് 44,400 രൂപ.
വെള്ളി ഗ്രാമിന് 100 രൂപ, കിലോഗ്രാമിന് 1,00,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ബുള്ളറ്റിൻ. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നഗരത്തിൽ പലയിടത്തും